നമസ്കാരം. എൻ്റെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിദ്യ വി എസ്, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 2ാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. സൂര്യജ്യോതിയിൽ വീട്ടുമുറ്റത്ത് തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണമണികളാൽ അലങ്കൃതമായ മരം എന്നും കുളിർമ നൽകുന്ന കാഴ്ചയാണ് നമ്മുടെ സ്വന്തം നെല്ലിമരം. പുരാണങ്ങളിൽ പോലും നെല്ലിമരത്തെ സംബന്ധിച്ച് ഐതിഹ്യമുണ്ട്. പാലാഴി മദനത്തിലൂടെ ദേവന്മാർ അമൃതകുംഭം സ്വന്തമാക്കി അത് പാനം ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ പതിച്ച അമൃതിൻ്റെ തുള്ളികളാണ് നെല്ലിക്ക എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദിശങ്കരാചാര്യർ ധർമ്മ അപേക്ഷിച്ചു തന്നപ്പോൾ ദരിദ്രയായ വീട്ടമ്മ ആകെയുണ്ടായിരുന്ന നെല്ലിക്ക നൽകിയെന്നും ആ വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കി സ്വാമി ആ നിമിഷം മന്നം ചെയ്ത് സ്തോത്രം ജപിക്കുകയും അതിൽ സംപ്രീതയായ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്താൽ സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചുവെന്നും ആ വീട്ടമ്മയുടെ ദരിദ്ര ദുഃഖം അകന്നുവെന്നും കഥകളുണ്ട്. സമ്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് നെല്ലിമരത്തെ കാണുന്നത്. ഉപ്പിലിട്ട നെല്ലിക്ക രുചിക്കാത്ത ഒരു ബാല്യം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ടായിരിക്കും. നെല്ലിയുടെ ചില ആരോഗ്യ ഗുണങ്ങളിലേക്ക് ഒരു യാത്ര പോയി വരാം. ധാത്രിഫലം എന്നറിയപ്പെടുന്ന നെല്ലിയുടെ പ്രവർത്തനം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോഷകങ്ങൾ നൽകി എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെയാണ്. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും 5 രസം കൊണ്ട് സമ്പുഷ്ടമാണിത്. വിറ്റാമിൻ സിയുടെ കലവറ. 30 ഓറഞ്ചിന് തുല്യമാണ് ഒരു നെല്ലിക്ക. പണ്ടുകാലത്ത് ആചാര്യന്മാർ നിത്യയൗവനം നിലനിർത്താനായി നെല്ലിക്ക കൊണ്ടുള്ള രസായനം നിത്യവും കഴിക്കുമായിരുന്നു. ചവനപ്രാശത്തിലെ മുഖ്യ ഘടകം. ജീവകം സി മാത്രമല്ല കേട്ടോ, ജീവകം എ, B5, B6, ഇരുമ്പ് എന്നിവയും നെല്ലിക്കയിലുണ്ട്. കരോട്ടിൻ കൊണ്ട് സമ്പുഷ്ടമായ നെല്ലിക്ക കണ്ണിൻ്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ണിലെ ചുവപ്പ്, ചൊറിച്ച്, തിമിരം എന്നിവയെ കുറയ്ക്കാനും ഇത് സഹായകരമാണ്. നെല്ലിക്കയിലെ പ്രോട്ടീൻ നിങ്ങളെ ഭക്ഷണത്തോടുള്ള ആർത്തി കുറയ്ക്കുവാനും അതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും ഉപകരിക്കുന്നു. ഇവയിൽ അടങ്ങിയിട്ടുള്ള ഫൈബറുകൾ ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. നെല്ലിക്കയിലെ ടാനിക് ആസിഡ് വയറുവീർക്കൽ തടയുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊഴുപ്പെരിച്ചു കളയുന്നു. ആയുർവേദം അനുസരിച്ച് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിവൈറൽ ഗുണങ്ങളിൽ അഗ്രഗണ്യനായ നെല്ലിക്ക ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിലൂടെ നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ കോശത്തെ ഇല്ലാതാക്കാനും ഇവയ്ക്ക് കഴിയും. ഇവയിലെ സൊലുബിൾ ഫൈബർ പഞ്ചസാര ആഗിരണ തോത് കുറച്ച് ടൈപ്പ് 2 പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു. ഹൃദയധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയുന്നു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ ഓർമ്മശക്തി കൂട്ടാനും വൈറ്റമിൻ സി, നോൺ എഫിനെഫ്രിൻ്റെ അളവ് കൂട്ടി മറവി രോഗങ്ങൾ തടയാനും കേമന്മാരാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണം നീർക്കെട്ട്, സന്ധിവീക്കം, ജലദോഷം, ചുമ എന്നിവയിൽ നിന്ന് മോചനം പ്രദാനം ചെയ്യുന്നു. വായ്പുണ്ണ് മാറാനായി നെല്ലിക്ക വെള്ളം ഗാർഗിൾ ചെയ്താൽ മതി. നെല്ലിയുടെ ശാസ്ത്രനാമം എംബ്ലിക്ക ഒഫിസിനാലിസ്, യൂഫോർബിയസെ കുടുംബാംഗം. സംസ്കൃതത്തിൽ ആംലിക എന്നറിയപ്പെടുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലും ഇവ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നെല്ലിക്ക തേൻ ചേർത്ത് കഴിക്കുന്നതും നെല്ലിക്ക അരച്ച് തേക്കുന്നതും വാർദ്ധക്യം തടഞ്ഞ് യൗവനം നിലനിർത്തി സ്കിൻ തിളക്കമുള്ളതാക്കുന്നു. ഇവയെ ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം. പ്രകൃതിദത്ത രക്തശുദ്ധീകരണമാണ് നെല്ലിക്ക. സ്കിന്നിലെ കൊളാജൻ്റെ അളവ് ഉയർത്തി സ്കിൻ ടോൺ നിലനിർത്താൻ സഹായകരമാണ്. മൃതകോശങ്ങളെ മാറ്റി തിളക്കമുള്ള പുതിയ കോശം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മുടിയുടെ സംരക്ഷണ ടോണിക്കായ ഇവ അകാലനര, താരൻ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഹെയർ ഫോളിക്കിളിനെ ശക്തിപ്പെടുത്തി തലയൊട്ടിയിലെ രക്തയോട്ടം കൂട്ടി സിൽക്കിയായ മുടി തഴച്ചു വളരാനും മുടിയിലെ വരൾച്ച ഇല്ലാതാക്കാനും കഴിയുന്നു. മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനായി ഹെന്നയിൽ ഇത് ചേർക്കുന്നു. ആദ്യം കഴിച്ച് പിന്നെ മധുരിക്കുന്ന നെല്ലിക്ക. അവയുടെ അളവ് കൂടിയാൽ അത് വിഷം തന്നെ. അറിയില്ലേ, അധികമായാൽ അമൃതും വിഷമെന്ന്. ഇത്രയേറെ ഗുണങ്ങളുണ്ടെങ്കിലും ശരിയായ വൈദ്യസഹായമില്ലാതെ നിങ്ങളെയോ നിങ്ങളുടെ കുട്ടിയെയോ മറ്റാരെയോ സ്വയം ചികിത്സിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നെല്ലിമരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ONVയുടെ മോഹം എന്ന കവിതയിലേക്ക് ഒന്ന് പോയി വരാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. ഭൂമിദേവിയുടെ ദാനമായ എല്ലാ മരങ്ങളെയും
ഭൂമിയെയും സംരക്ഷിക്കാം നാളെയുടെ വാഗ്ദാനങ്ങൾക്കായി. വീണ്ടും ഒരു ചെടിയുമായി നമുക്കടുത്ത് വരാം.